ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കോറൽ ഐലൻഡിൽ നിന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആദ്യത്തൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കോറൽ ഐലൻഡിൽ പോയി അടിച്ച് പൊളിച്ച് ഒരു 3 മണി 4 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ എത്തിയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ തായ്ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളും മറ്റേ ലോക്കൽസുകൾ വിൽക്കുന്നത് ഈ റിവർ സൈഡിൽ നിന്നിട്ടാണ്. ചിലതൊക്കെ റിവറിൽ നമ്മൾ ചെറിയ തോണി പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ തന്നെ ഇരുന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ആ തോണിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത്. ചിലവരാണെങ്കിൽ ഈ റിവർ സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പ് പോലെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് അവർ ഐറ്റംസൊക്കെ സെല്ല് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ പറ്റുന്ന അവിടുത്തെ ലോക്കൽ ഫുഡും ഒരു ലോക്കൽ കൾച്ചറുമാണ് അവിടെ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു ചെറിയൊരു ബാൻഡിൻ്റെ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് അത് എൻജോയ് ചെയ്തു. കയറുമ്പോൾ തന്നെ എൻട്രൻസിലായിട്ട് അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ട്രാവൽ ഏജൻസിയുടെ അവിടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുമ്പോഴാണ് ഈ ഒരു മ്യൂസിക് ബാൻഡ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കേട്ട് ഇരിക്കേണ്ട വന്നിട്ടില്ല, നിൽക്കാനേ പറ്റുള്ളൂ, ചെയർസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിന്ന് അത് കേട്ടതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ ചെറിയ ഒരു ബോട്ട് പോലത്തെ ഒരു സംഭവം നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ സൈഡിൽ കൂടെ നടന്നിട്ട് പോകണമെങ്കിലും പോകാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു റൈഡ് ഇതുവരെ എടുക്കാത്തൊരു സ്റ്റൈൽ റൈഡ് അല്ലേ, നല്ല രസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു റൈഡ് നമ്മൾ ചൂസ് ചെയ്തത് എന്താ വെച്ചാൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും അറിയണ്ടേ. അത് നമുക്ക് ആ ഒരു ബിസി കനാലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കണ്ട് എല്ലാവരും എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ കണ്ട് ഇതിലേ വെള്ളത്തിലൂടെ പോകുമ്പം ഒരുപാട് കടകളെ സൈഡിലൊക്കെ കണ്ട് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മൾ പോയതുകൊണ്ട് നമ്മൾ ഒന്നും മിസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ മറ്റേ അറ്റത്ത് എത്തിയിട്ട് അവരവിടെ ഡ്രോപ്പ് ചെയ്യും നമ്മളെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് തിരിച്ച് ഈ വഴിയിൽ തന്നെയാണ് തിരിച്ച് വരുന്നത്. സോ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് 2 ബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബോട്ട് ടൂർന്നോ അല്ലെങ്കിൽ കനാൽ ടൂർന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടും അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമായിരുന്നു ഈ ഒരു ബോട്ട് ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരും മിസ് ചെയ്യാതിരിക്കുക. ഇതിൽ കയറിയിട്ട് ഒരു റൈഡ് പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ കൂടെ എല്ലാം കാണാൻ പറ്റും. അതായത് ഈ സൈഡിൽ കാണുന്നതൊക്കെയാണ് ഈ തോണിയിൽ പാകം ചെയ്തിട്ട് ഫുഡൊക്കെ ദോശയും കാര്യങ്ങളൊക്കെ അവർ മേക്ക് ചെയ്തിട്ട് സെല്ലിയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതേപോലെ എൻജോയ് ചെയ്ത് പോവുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള ഭയങ്കര തിരക്കിലാണ്. ഒത്തിരി ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വിഷ്വലിലൊന്നും അത്ര അങ്ങോട്ട് പതിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഇതേപോലെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ മാർക്കറ്റ് കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്കിവിടെ ഇതേപോലെ എന്തൊക്കെ ചെയ്യാം അല്ലേ, എത്ര റിവർ ഉണ്ട്, സീ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്ത് ഭംഗിയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം. കാരണം ഒരുപാട് പഴയതാണ് ഈ ഒരു സംഭവം തോന്നുന്നു, പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എല്ലാം മരം കൊണ്ടും അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ പാലങ്ങളാണെങ്കിലും ഓവർ ബ്രിഡ്ജ് പോലെയൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലോട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ അതൊക്കെ മരം കൊണ്ട് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വലിയതാണ് കേട്ടോ. ഇത് ചെറിയൊരു ഭാഗമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു ബോട്ടിൽ പോയാൽ പോലും എത്തില്ല. തിരിച്ച് നമുക്ക് നടക്കാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു, 1 സൈഡ് പോയിട്ട് തന്നെ. അപ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോ ബോട്ടുകൾ ഓരോ സ്ഥലത്ത് ആൾക്കാരെ ഇറക്കി ടൂറിസ്റ്റുകളൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു.
ഇവിടെ മെയിനായിട്ടും ഷോപ്പിംഗ് ആണ് ഉദ്ദേശം. പക്ഷേ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല. ഇവിടെ ലോക്കൽ ഫുഡും സുവനീഴ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ലോക്കൽ ഫുഡൊക്കെ, അതായത് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള തായ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഏതാണ്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഇത് മെയിനായിട്ട് ഇവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു തായ്ലാൻഡത്തെ ലൈഫ് സ്റ്റൈലാണ് അവർ അവിടെ പ്രത്യേകിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പം യൂഷ്വലി വിസിറ്റേഴ്സൊക്കെ ഒരു ബോട്ട് റൈഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം തിരിച്ച് നടന്നു പോയാലാണ്, അങ്ങനെയാണ് പതിവ്. അപ്പോൾ അങ്ങനെ അല്ലാണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതായിരിക്കും കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. ഇതേപോലെ ചെറിയ ചെറിയ സുവനീഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്കൊരു എന്താ പറയുക, ബെയറബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് വരാൻ പറ്റി. ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള കുറേ സുവനീഴ്സ് അവൈലബിൾ ആണ്. ഇവരുടെ ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭയങ്കര ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സംഭവം നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മളെ മാങ്ങയില്ലേ, അതിനെ ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് അവർ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കുത്തി വെച്ച് ഫ്രീസ് ചെയ്തൊരു സാധനമാണ് നമ്മൾ ഈ വാങ്ങിക്കുന്നത്. കാണുമ്പോൾ ഐസ്ക്രീമൊക്കെ പോലെ തോന്നുമെങ്കിലും ഐസ്ക്രീമിൻ്റെ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണത്. ശരിക്കുള്ള നമ്മളെ നാട്ടിൽ കിട്ടുന്നുണ്ട് മാങ്ങ, അല്ലെങ്കിൽ തായ്ലാൻഡ് സ്പെഷ്യൽ മാങ്ങ. അതിന് നല്ല രീതിക്ക് ഒരു സൈഡ് സ്ലൈസ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവം. പക്ഷെ അത് ഫ്രീസ് ചെയ്തുകൊണ്ടാണോ അല്ലേ അവരുടെ മാങ്ങയുടെ ടേസ്റ്റാണോ എന്താണെന്നറിയില്ല, നല്ല കിഡിലൻ ടേസ്റ്റായിരുന്നു. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇതേപോലത്തെ ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് ഇന്ത്യയിലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതുപോലെ ടീഷർട്ട്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ 200 തായ് ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നാട്ടിലൊരു 450 അങ്ങനെയൊക്കെ വരുന്നൊരു റേറ്റിലാണ് സാധനങ്ങൾ ഇവിടെ ഉള്ളത്. പിന്നെ കുറേ ബാക്കിയുള്ള കുറേ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ട്രഡീഷണൽ ഫുഡായിട്ടും അല്ലെങ്കിൽ ഒത്തൻറ്റിക് തായ് ഫുഡ് എന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് കൂടുതൽ ഫുഡ് ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. മോർ ദാൻ സുവനീഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫുഡിലാണ് അവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പല തരത്തിലുള്ള ജ്യൂസായിട്ടും അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടും പിന്നെ വെജിറ്റബിൾസ് ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ വിൽക്കലാണ് മെയിനായിട്ട് ഇവരുടെ ഒരു ഹബ്ബാണ്. മെയിൻ അങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹബ്ബാണിത്. ഞങ്ങൾ മെയിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചെയ്തതുകൊണ്ട് തന്നെ ലഗേജ് ഒത്തിരി അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാടൊന്നും ഷോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡ്രസ്സ് സെക്ഷനിലേക്കൊന്നും കൂടുതൽ നോക്കിയിട്ടില്ല. പിന്നെ തായ്ലാൻഡ് വെറൈറ്റീസൊക്കെ നമുക്കങ്ങനെ ഇഷ്ടമാവുന്ന പോലത്തെ ഒരു ടൈപ്പും ആയിരിക്കില്ല. നമുക്ക് അവിടെ തായ്ലാൻഡിൽ പോകുമ്പോൾ യൂസ് ചെയ്യാമെന്നല്ലാണ്ട് നാട്ടിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് അവിടുത്തെ ഒരു ബ്രിഡ്ജാണ്. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വുഡിനെ കൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബ്രിഡ്ജാണ്. ആക്ച്വലി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് കംപ്ലീറ്റ് ഫുട്ടേജും ഞാനിപ്പോൾ ശ്രീശാന്തിൻ്റെ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്നെ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുക. അല്ലാത്ത പക്ഷം ഞാൻ എടുത്തിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നെങ്കിൽ കൂടുതലും എന്നെ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിലിപ്പോൾ കംപ്ലീറ്റ് ഞാൻ പല ആംഗിളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ വിഷ്വൽസ്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നില്ലേ?
വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും അങ്ങോട്ടേക്ക് വിട്ടോ. എനിക്ക് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഇതേപോലത്തെ ഫുഡൊന്നും എനിക്ക് പറ്റില്ല. ഈ ക്രോക്കഡൈലിൻ്റെ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ എല്ലാ ക്രോക്കഡൈലും തീർന്നു. അത്രയ്ക്ക് സെയിലായിരുന്നു ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. ഇമാജിൻ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരുണ്ട്. ഇവിടെ ഒരാൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ശ്രീശാന്തിന് അങ്ങനത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചിങ്ങനെ ഫുഡൊക്കെ തപ്പിയിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഫുഡിൻ്റെ അടുത്തേക്കൊന്നും കൂടുതൽ പോയില്ല. എനിക്ക് ആ സ്മെല്ലൊന്നും ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ക്രൊക്കഡൈലിൻ്റെ സ്മെല്ലും പിന്നെ കുറേ എന്താ പറയുക പാറ്റകൾ, കൂറകൾ അതിനെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക തേള് ഇതൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല. യൂഷ്വലി ഉള്ള ചിക്കനോ പോർക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പോർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കഴിച്ചാൽ എത്ര സേഫ് ആയിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട് പോർക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയർഡായപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പുള്ള ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും നിന്ന് കഴിക്കണം. അപ്പോൾ ഇവിടെ മാത്രം ഒരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇളനീരിൻ്റെ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പകുതി ഞാൻ താഴേക്ക് കളഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് വിഷ്വലിൽ കിട്ടിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സാധനവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിച്ച് നമ്മളിങ്ങനെ പോവാണ്. വീണ്ടും നടന്ന് പോവാണ്. സൈഡിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷ്വൽസ് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൈഡ് ആയിട്ടുള്ള സ്കോർപ്പിയോൺ പിന്നെ പുഴു പാറ്റ സെക്ഷൻ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇൻ കേസ് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ശ്രീശാന്തിന് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവന് ഈ പുഴു പാറ്റേനോടൊന്നും വലിയ താല്പര്യമില്ല. ഈ ക്രോക്കഡൈലൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം തായ്ലാൻഡിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. ലൈക്ക് ഇനി പോകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സൊക്കെ ഒന്ന് കട്ടിയാക്കിയിട്ട് ഞാൻ പോകുന്നതായിരിക്കും.
നമുക്കിവിടെ ഒരു 2 hours ടൈമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ ആ ഒരു സ്പേസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബുദ്ധ ടെമ്പിൾ ഉണ്ടായിരുന്നു, സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു. പക്ഷേ സൈറ്റ് സീയിങ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ഇരുടായിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ലേറ്റായി, പറഞ്ഞ ടൈമിനെക്കാട്ടും കൂടുതൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്നും കാണുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ബുദ്ധ ടെമ്പിളിലേക്കാണ്. സോ അടുത്ത വീഡിയോ നമ്മൾ ബുദ്ധ ടെമ്പിൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. ബൈ.